ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെപ്പോഴും സംശയം ഉണ്ടാക്കുന്നതായുള്ളൊരു ക്വസ്റ്റ്യനാണ് സോപ്പ് അതുപോലെ തന്നെ പോസ് ഫോമിലേക്കുള്ള കൺവേർഷൻ. സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സം ഓഫ് പ്രൊഡക്റ്റും പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് സമ്മും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബൂളിയൻ ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ തന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഞാനിവിടെ ഒരു ട്രൂത്ത് ടേബിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ട്രൂത്ത് ടേബിൾ എഴുതുന്നത് നമുക്കറിയാം 0 0 0 0 0 1 അങ്ങനെ നമ്മൾ 1 1 1 അങ്ങനെ 3 ഇൻപുട്ട് വരുന്നത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിതിൻ്റെ മിൻ ടേം എങ്ങനെ എഴുതാം, മാക്സ് ടേം എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മിൻ ടേം എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഇവിടെ y ആണ്. ആ y ഇവിടെ എടുത്ത് എഴുതാം. അതിനുശേഷം വൈയുടെ ബ്രാക്കറ്റിൽ നമ്മുടെ ഇൻപുട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് എഴുതാം. നമ്മുടെ ഇൻപുട്ട് ഈ തന്ന ക്വസ്റ്റ്യനിൽ എയും ബിയും സിയും ആണല്ലോ. സോ y ഓഫ് a, b, c എന്ന് എഴുതാം. ദെൻ നമ്മൾ മിൻ ടേം എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സിഗ്മ എന്ന് പറഞ്ഞ സിമ്പിളാണ്. ഓക്കെ, സിഗ്മ എം എന്ന് എഴുതാം, സ്മോൾ ലെറ്റർ എം, കാരണം മിൻ ടേം ആയത് കാരണം. ഇനി ഇതിനകത്ത് നമ്മുടെ ഔട്ട്പുട്ടിൽ 1 കിട്ടിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഔട്ട്പുട്ടിൽ 1 വന്നുള്ളത് ഈ ഒരു ആദ്യത്തത് 1 ആണ് അല്ലേ. ദെൻ ഈ മാർക്ക് ചെയ്യുന്നതൊക്കെയാണ് എന്ത്, ഔട്ട്പുട്ട് 1 വന്നുള്ള കേസസ്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യുക. അതിനുശേഷം അത് ഏതൊക്കെയാണ് നോക്കാം. നമ്മളിത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 1 2 3 അങ്ങനെ 7 വരെയുള്ളതാണെന്ന് അറിയാലോ. ഇതിൽ ഏതൊക്കെ കേസസിലാണ് നമുക്ക് 1 വന്നിട്ടുള്ളത് അല്ലേ? 0യിൽ 1 വന്നിട്ടുണ്ട്. സോ ബ്രാക്കറ്റിൽ എന്ത് എഴുതാം, 0 എന്ന് എഴുതാം. ദെൻ 2 3 ദെൻ 6 7 ഇത്രയാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, 1 വന്നുള്ള കേസസ്. സോ ഇതാണ് ഇതിൻ്റെ മിൻ ടേം എന്ന് പറയുന്നത്. അപ്പോൾ മിൻ ടേമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ. ഇനി മാക്സ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പൈ ആയിട്ടാണ്. സോ ഈ എഴുതിയത് മിൻ ടേം വെച്ചുള്ള റെപ്രസെൻറ്റേഷനാണ്, സിഗ്മ വെച്ചുള്ള റെപ്രസെൻറ്റേഷൻ. ഇനി മാക്സ് ടേം ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് കേസാണ് എടുക്കേണ്ടത്. അതായത് ഔട്ട്പുട്ട് 0 വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഔട്ട്പുട്ട് 0 വരുന്നത് ഞാൻ ഈ മാർക്ക് ചെയ്യാത്ത കേസസ് ആണ് അല്ലേ. സോ നേരത്തെ എഴുതിയ പോലെ തന്നെ y ഓഫ് a, b, c എന്ന് എഴുതുക. ദെൻ ഇവിടെ സിഗ്മയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പൈ എന്ന് പറഞ്ഞ സിമ്പിളാണ്. സോ പൈ എന്നുള്ളത് നമ്മളിവിടെ എഴുതി. ദെൻ നമ്മളിവിടെ ക്യാപിറ്റൽ എം ആണ് യൂസ് ചെയ്യുന്നത്, മാക്സ് ടേമിന് ക്യാപിറ്റൽ എം. ദെൻ ഇവിടെ 0 വന്ന കേസസ് ഏതാണെന്ന് നോക്കുക. 0 വന്നുള്ളത് 3 കേസസ് ആണ് അല്ലേ, 1 4 ദെൻ 5 അല്ലേ. അപ്പോൾ ഇതാണ് മാക്സ് ടേമിലുള്ള റെപ്രസെൻറ്റേഷൻ. ക്ലിയർ ആയോ? സോ അപ്പോൾ മിൻ ടേമിൽ ഏതൊക്കെ നമുക്ക് മിസ്സായോ അതൊക്കെ മാക്സ് ടേമിൽ പൈ എന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ടായിരിക്കും. നോക്കിയേ, ഈ ഒരു എക്സാമ്പിളിൽ മിൻ ടേമിൽ 0യും 2ഉം 3ഉം 6ഉം 7ഉം ആണ് ഉണ്ടായിരുന്നത്. അതിൽ മിസ്സിങ് ആയുള്ളത് ഏതൊക്കെയാണ്, 1 4 5. സോ അതായിരിക്കും ഏതിൽ വരിക, മാക്സ് ടേമിൽ വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മിൻ ടേം ആയിട്ടും മാക്സ് ടേം ആയിട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ സോപ്പായിട്ടും പോസായിട്ടും ഈ എക്സ്പ്രഷൻസിനെ എഴുതുന്നത് എന്നാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. സം ഓഫ് പ്രൊഡക്റ്റുകളുടെ സമ്മ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 0നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോംപ്ലിമെൻ്റ് ആയിട്ടാണ്. 0 എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ആണ്, ബി ആണെങ്കിൽ ബി കോംപ്ലിമെൻറ്റ്. ബീൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം, ബി കോംപ്ലിമെൻ്റ് എന്ന് പറയണം. സോപ്പ് ഫോമിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 0 വരുമ്പോൾ നമ്മൾ കോംപ്ലിമെൻറ്റ് കൊടുക്കണം. അപ്പോൾ എയുടെ വാല്യൂ 0 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എ കോംപ്ലിമെൻ്റ് എഴുതണം. നേരെ മറിച്ച് എയുടെ വാല്യൂ 1 ആണെങ്കിൽ ആ എനെ നമ്മൾ നോർമൽ എ എന്ന് തന്നെ പറയണം. ഇനി ബിയുടെ വാല്യൂ ആണ് 0 വരുന്നതെങ്കിൽ എന്ത് പറയണം, ബി കോംപ്ലിമെൻ്റ് എന്ന് പറയണം. അപ്പോൾ ഏതിൻ്റെ വാല്യൂ 0 വരുന്നോ അതിനെ കോംപ്ലിമെൻ്റ് ഇട്ട് വിളിക്കണം എന്നുള്ളതാണ് സോപ്പ് ഫോമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്കിത് സോപ്പ് ഫോമിൽ എഴുതുന്നത് നോക്കാം. y ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യത്തെ നോക്കാം. നമുക്ക് ഫസ്റ്റത്തെ കേസിൽ എന്താ വന്നുള്ളത്, ഈ 3ഉം 0 ആണ് അല്ലേ, എയും ബിയും സിയും 0 ആണ്. സോ എന്ത് പറയണം, എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, ദെൻ സി കോംപ്ലിമെൻറ്റ്, അതെടുക്കുക. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത് 1 വന്ന കേസ് എടുക്കണം. ഏതൊക്കെയാണ് രണ്ടാമത് 1 വന്നിട്ടുള്ളത്? ഇതാ ഈ കേസ് അല്ലേ, രണ്ടാമത്തതിന്. അതായത് ആദ്യത്തെ 0 ആണ്, സോ എ കോംപ്ലിമെൻറ്റ്. രണ്ടാമത്തെ 1 ആണല്ലോ, സോ ബി. മൂന്നാമത്തത് 0 ആണ്, സോ സി കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മൾ മിൻ ടേം എഴുതിയത് ആണ് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്താണ്, ആദ്യത്തെ 0 ആണ്, അപ്പോൾ എന്ത് വരും, എ കോംപ്ലിമെൻറ്റ്. മറ്റേ രണ്ടും എന്തല്ല, കോംപ്ലിമെൻ്റ് ആവശ്യമില്ല, കാരണം വാല്യൂ 1 ആണ് അല്ലേ. ഇനി സിക്സ്ത് 1 അല്ലേ, അതിൽ എയും ബിയും ദെൻ സി കോംപ്ലിമെൻറ്റും വരും. ലാസ്റ്റ് 7 വരുന്ന കേസിലോ എ ബി സി എന്ന് വരും. ക്ലിയർ ആയല്ലോ. സോ അപ്പോൾ ഇതാണ്
നമ്മളത് സോപ്പ് ഫോമിൽ ഇപ്പോൾ എഴുതിയത്. ഇങ്ങനെ നമ്മൾ റഫായി എഴുതിയുള്ള ഈ ഒരു സോപ്പ് ഫോമിനെ വിളിക്കുന്ന പേരാണ് കനോണിക്കൽ സോപ്പ് ഫോം എന്നുള്ളത്. സോ കനോണിക്കൽ സോപ്പ് ഫോമാണ് കനോണിക്കൽ സോപ്പ് ഫോമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് നമുക്കത് കറക്റ്റായുള്ള സോപ്പ് ഫോമിലേക്ക് വരുന്നത്. എങ്ങനെയാണ് നമ്മളൊരു കനോണിക്കൽ സോപ്പ് ഫോമിനെ നമ്മുടെ നോർമൽ സോപ്പ് ഫോമിലേക്ക് മാറ്റുക നോക്കുക. ഇത് ഓൾറെഡി സോപ്പ് ഫോം തന്നെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് നമ്മൾ സോപ്പ് ഫോം എഴുതുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കോമൺ ആയുള്ള ടേംസൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ പുറത്തെടുത്താൽ മതി. ഇപ്പോൾ ഈ രണ്ടാമത്തെ ടേമും അതുപോലെ മൂന്നാമത്തെ ടേമും നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്, എ കോംപ്ലിമെൻറ്റ് ബി ഉണ്ട്. അതിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും അല്ലേ. ലാസ്റ്റത്തിലാണെങ്കിൽ എ ബി, ലാസ്റ്റ് രണ്ട് ടേമിലാണെങ്കിലോ എ ബി ഉണ്ടല്ലോ. സോ എ ബിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കുക. ആദ്യത്തെ ടേം നമ്മൾ അങ്ങനെ എഴുതി, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതി. അടുത്തതിൽ നിന്ന് എന്തെഴുതി, എ കോംപ്ലിമെൻറ്റ് ബീനെ പുറത്തെടുത്തു. അപ്പോൾ എന്ത് വന്നു, സി കോംപ്ലിമെൻറ്റ് പ്ലസ് സി എന്ന് വന്നു. ഇനി അടുത്ത കേസിലാണെങ്കിലോ എ ബി ആണ് കോമൺ അല്ലേ. സോ സി കോംപ്ലിമെൻറ്റ് പ്ലസ് സി എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? ഇനി സി കോംപ്ലിമെൻറ്റ് പ്ലസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1 ആണ് അല്ലേ. ഏതൊരു സംഭവം അതിൻ്റെ കോംപ്ലിമെൻറ്റും 0 പ്ലസ് 0ൻ്റെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ എന്ത് വരും, 1 എന്ന് വരും അല്ലേ. 0 പ്ലസ് 1 ആണ്. 1 പ്ലസ് 0 1 ആണ്. സോ ഈ സി പ്ലസ് സി കോംപ്ലിമെൻറ്റ് എന്തായിട്ട് വരും, 1 ആയിട്ട് വരും. അപ്പോൾ എന്ത് വരും, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ ബി എന്ന് വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ ഷോർട്ടാക്കിയാൽ വരുന്നത്. ഇനിയും ഇതിനെ ഷോർട്ടാക്കാൻ കാരണം ഇവിടെ എന്തുണ്ട്, ബി കോമൺ ആണ് അല്ലേ. സോ ബീനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബ്രാക്കറ്റിനകത്ത്, സോ എ കോംപ്ലിമെൻ്റ് അല്ല, ഇവിടെ കോമൺ ടേം ഏതാണ്, ബി ആണ്. ബീനെ അങ്ങ് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ കോംപ്ലിമെൻറ്റ് പ്ലസ് എ എന്ന് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ കോംപ്ലിമെൻറ്റ് പ്ലസ് എ എന്താണ്, 1 ആണ് അല്ലേ. അതായത് 0 പ്ലസ് 1 എന്നുള്ള മീനിങ് ആണല്ലോ അതിനുള്ളത്, അല്ലെങ്കിൽ 1 പ്ലസ് 0. അപ്പോൾ ബി മാത്രമാവും അവിടെ വരിക. സോ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് ബി എന്ന് വരും. ക്ലിയർ ആയോ? ഇനി വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇനിയും ചെറുതാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പഠിച്ച റൂൾസ് ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടെ വേണമെങ്കിൽ ചെറുതാക്കാം. അത് ഓപ്ഷനിലാണ്. നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതനുസരിച്ച് MCQ ടൈപ്പൊന്നും നമുക്ക് അങ്ങനെ വരത്തില്ലല്ലോ. അപ്പോൾ ഇനി ഇതിനെങ്ങനെ ചെറുതാക്കാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എ പ്ലസ് ബി ആണ് എന്നൊരു റൂളുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം കെടുക്കുന്ന ടേം എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സോ എക്സ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് എന്ന് കൊടുക്കാം. സോ ഇതിനെന്ത് പറയാം, എക്സ് ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റിനല്ല നമുക്ക് കൊടുക്കാൻ ഇതിൽ കുറച്ചും കൂടെ നല്ലത് ഏതാണ്, കാരണം ഇതിനകത്ത് എന്ത് വന്നിട്ടുണ്ട്, ബി അപ്പുറത്തും വന്നിട്ടുണ്ട്. സോ എ കോംപ്ലിമെൻറ്റ് സിക്ക് നമുക്ക് എക്സ് കൊടുക്കണമായിരിക്കും നല്ലത്. സോ അത് പോയി കഴിഞ്ഞാൽ എക്സ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി എന്ന് വരും അല്ലേ. ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എക്സ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കോംപ്ലിമെൻ്റ് അങ്ങ് പോയിട്ട് അത് എക്സ് പ്ലസ് ബിക്ക് ഈക്വൽ ആവും. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, എ കോംപ്ലിമെൻറ്റ് സി ആണല്ലേ. സോ എ കോംപ്ലിമെൻറ്റ് സി പ്ലസ് ബി എന്നായിരിക്കും ഇതിൻ്റെ എന്ത് വരുന്നത്, ഫൈനൽ ഫോം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിനിമൽ സോപ്പ് ഫോം എന്ന് പറയുന്ന ആൻസർ ഇതാണ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ സോപ്പ് ഫോമിൽ എഴുതാൻ നമ്മൾ പഠിച്ചു. മിൻ ടേം എഴുതിയതിന് ശേഷം അതിനകത്ത് എന്താ പറയുക, 0 കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കോംപ്ലിമെൻറ്റ് കൊടുക്കുക. 1 കാണുന്നിടത്ത് കോംപ്ലിമെൻറ്റ് ഇല്ലാതെയും ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോപ്പ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസ് ഫോമിലേക്കുള്ള കൺവേർഷനാണ്. പോസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് സമ്മാണ് അല്ലേ, പ്രൊഡക്റ്റ് ഓഫ് സം. അപ്പോൾ ഇവിടെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടുത്തെ പ്ലസ് എല്ലാം മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലിക്കേഷൻ ആക്കിയാൽ മതി. ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ നേരത്തെ നമ്മൾ 1 ഉള്ള കേസസ് ആണ് എടുത്തത്, അതായത് സിഗ്മയുടെ കേസസ് ആണ് എടുത്തത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്, 0ൻ്റെ കേസസ് ആണ്. സോ ആദ്യം നമുക്കിത് പൈ വെച്ച് എഴുതുന്ന നോക്കാം. അതിന് മുന്നേ ശ്രദ്ധിക്കുക, പോസിൽ 0 എന്ന് പറഞ്ഞാൽ എയും 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റും ആണ്. എല്ലാം ഇതിനകത്ത് മാറുന്നുണ്ട് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ എന്താവുന്നുണ്ട്, അഡീഷൻ ആവുന്നുണ്ട്. അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുകയും ചെയ്യുന്നുണ്ട്. 0 എന്താണ് ഇവിടെ, കോംപ്ലിമെൻ്റ് ഇല്ലാത്തതാണ്. 1 എന്താണ്, കോംപ്ലിമെൻ്റ് ഉള്ളതാണ്. സോ നമുക്കിതിൻ്റെ പോസിൽ എഴുതുന്ന നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വന്നിട്ടുള്ള കേസ് ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് അല്ലേ. 0 വന്ന കേസസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ എ 0 ആണ്,
എയുടെ വാല്യൂ 0 ആണെങ്കിൽ എന്താ കൊടുക്കേണ്ടത്? എ എന്ന് കൊടുക്കണം അല്ലേ? ABC കോംപ്ലിമെൻ്റ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് ആണല്ലോ. പക്ഷേ ഇതിനിടയിൽ നമ്മൾ നേരത്തെ ഇൻറ്റു ആണ് കൊടുത്തെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? പ്ലസ് കൊടുക്കണം, കാരണം ഇത് പ്രൊഡക്റ്റ് ഓഫ് സം ആണ്. ദെൻ അടുത്ത ടേമോ ഇവിടെ ഇൻറ്റു കൊടുത്തിട്ട് അടുത്തത് നോക്കുക, അതായത് ഈ ഒരു ഓപ്ഷൻ നോക്കുക. ഇതിനകത്ത് ആദ്യത്തെ 1 ആണ്. 1 ആണെങ്കിൽ നമ്മൾ കോംപ്ലിമെൻറ്റ് കൊടുക്കണം, ബാക്കിയുള്ളതിന് കോംപ്ലിമെൻറ്റ് വേണ്ട അല്ലേ? എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി എന്നാണ് വരിക, ഇൻറ്റു ഇനി ഏതാണ് ഒരെണ്ണം കൂടി ഇല്ലേ? ആദ്യത്തതും അവസാനത്തതുമാണ് എന്ത്? കോംപ്ലിമെൻ്റ്, അതായത് 1 ഉള്ളത്. അപ്പോൾ നമ്മളവിടെ കോംപ്ലിമെൻറ്റ് കൊടുക്കരുത്, അപ്പോൾ കോംപ്ലിമെൻറ്റ് കൊടുക്കണം. 1 ആണെങ്കിൽ കോംപ്ലിമെൻറ്റ് കൊടുക്കണം. സോ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ് എന്ന് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കനോണിക്കൽ എന്തെന്ന് പറയുന്നത്? പോസ് ഫോം എന്ന് പറയുന്നത്. ഇതിനെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെങ്ങനെ മിനിമൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാണ്. y is equal to a പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ് അല്ലേ? പിന്നെ നോക്കിയേ, ഇവിടെ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഉണ്ട്, ഇവിടെയും എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ അങ്ങ് പുറത്തേക്ക് എടുത്തിട്ട് നേരത്തെ പോലെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിട്ടും എഴുതാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയായിട്ട് മാറും. എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു സി കോംപ്ലിമെൻറ്റ്. ഇതിനൊരു ഹോൾ കോംപ്ലിമെൻറ്റും വരും. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു സംഭവത്തിന്, അതായത് ഈ എഴുതിയ 2 ടേമിനെ നമുക്ക് ഇങ്ങനെ ഷോർട്ടാക്കി എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താലും മതി. എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി, എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു സി കോംപ്ലിമെൻറ്റ്, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കെ മാപ്പ് ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യാം? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡിലേക്ക് പോകണമെന്നില്ല. ഈ ഒരു മെത്തേഡിന് പകരം നമ്മൾ എന്ത് അപ്ലൈ ചെയ്താൽ മതി? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഏത് രീതിയിലേക്ക് മാറ്റുക? നമ്മുടെ കെ മാപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സോ അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക.